ഒരാളെ പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഒരു സ്ത്രീയാണെന്ന് മനസ്സിലാക്കാൻ അതാരാണെന്ന് അത് സ്മൃതി, അത് ഇപ്പോൾ ഇവിടെ നിന്നും അധികൃതർ നൽകിയ ഒരു തുണിയാണ്. ആ തുണി നൽകിക്കൊണ്ട് അവർ ആ തുണി കൊണ്ട് ഇട്ടതിന് ശേഷമാണ് ഈ അവിടെ നിന്നും കൊണ്ടുപോയത്. അത് ആരാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഒരു സ്ത്രീയാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അവരുടെ ഒരു നിലവിലെ സാഹചര്യം എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരാളെ ഇതിനുള്ളിൽ നിന്നും കിട്ടിയിരിക്കുന്നു. അത് ആദ്യം മുതൽ തന്നെ അടിയന്തരമായി ഈ JCB ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തി. ഒരാളെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. വിദൂരെയാണ് കാണാതായത്. ആ തെരച്ചിൽ അതിനൊടുവിൽ ഇപ്പോൾ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും അതിനുള്ളിലേക്ക് മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഭാഗമായി വീണ്ടും പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരാൾ അവിടെ ചെറിയ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചെറിയ വാക്കുതർക്കമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. അധികൃതരുമായി ചെറിയ വാക്കുതർക്കം ഒക്കെ ഈ ജനപ്രതികളാണ്, നാട്ടുകാരാണെന്ന് മനസ്സിലാക്കുന്നു. ചെറിയ വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതിഷേധമൊക്കെ ഒരാളെ അതിനുള്ളിൽ കിട്ടിയിരിക്കുന്നു. ഒരു ചെറിയ വാക്കുതർക്കം BJP പ്രവർത്തകർ രക്ഷാപ്രവർത്തകർ തമ്മിലാണ് ചെറിയ വാക്കുതർക്കം ഉണ്ടാകുന്നത്. എന്താണ് അതായത് ഈ ഒരു കാര്യമുണ്ട്. ഇവിടെ വന്ന ശരി, രാഷ്ട്രീയ നേതാക്കളോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞതാണ് പ്രതിസന്ധിക്കിടയാക്കി തോന്നുന്നു. അതൊന്നും അല്ല നമുക്ക് പറയേണ്ടത്. അഖില പുറത്തെടുത്ത ആൾക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളതാണല്ലോ നമുക്ക് പ്രാഥമികമായി അറിയേണ്ടത്. അതിലൊരു സ്ഥിരീകരണം എപ്പോൾ കിട്ടും അഖിൽ? അത് തന്നെയാണ് അറിയേണ്ടത്. അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല സാർ. ഈ പുറത്തെടുത്ത ആൾക്ക് ഞങ്ങളിതൊന്നും ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പുറത്തെടുത്ത ആളുകളുടെ വിവരം നമുക്ക് അറിയില്ല. ഉദ്യോഗസ്ഥർ കൃത്യമായി പ്രതികരിക്കാനും തരുന്നില്ല എന്നുള്ളതാണ്. ഇത് ആരെയാണ് പുറത്തെടുത്തതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരാളെ അതിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ജീവൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് തന്നെ കരുതാം. എന്തായാലും ഒരാളെയാണ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്.